Hi everyone, welcome to Maxion. Kusatic at MSc Max previous year question series സൊല്യൂഷനിലെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ടോപ്പിക്കിന്റെ പാർട്ട് 3 വീഡിയോ ആണ് ഇത്. സോ ഈ വീഡിയോയിൽ നമ്മൾ കുസാറ്റിക് ആറ്റ് 2022 ചോദിച്ചിട്ടുള്ള രണ്ട് ക്വസ്റ്റ്യൻസ് ആൻഡ് 21 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനുമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ദി സെറ്റ് ഓഫ് ലീനിയർലി ഇൻഡിപെൻഡന്റ് സൊല്യൂഷൻസ് ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഡി സ്ക്വയർ, അതായത് y പവർ 4, അതായത് d raised to 4 y divided by dx raised to 4 മൈനസ് d square y by dx square. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇതിന്റെ ലീനിയർലി ഇൻഡിപെൻഡന്റ് സൊല്യൂഷൻ സെറ്റ് ആണ് ചോദ്യം. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓക്സിലറി ഇക്വേഷൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, നമ്മൾ ഓക്സിലറി ഇക്വേഷൻ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്തിട്ട് അതിന്റെ റൂട്ട് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സൊല്യൂഷൻസ് കണ്ടുപിടിക്കാറുള്ളത്. ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന മെത്തേഡ് അതാണ്. സോ നമുക്ക് ഇതിന്റെ ഓക്സിലറി ഇക്വേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് y പവർ 4 ആണ്. ഐ മീൻ y പവർ 4 ആണ് ഇവിടെ. സോ m raised to 4, സെക്കൻഡ് എന്താണ് d സ്ക്വയർ y ഡബിൾ ഡാഷ് ആണ്. സോ m സ്ക്വയർ ഈക്വൽ ടു 0. നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ രണ്ടിലും m സ്ക്വയർ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാൻ പറ്റും അല്ലെ? രണ്ട് ടേമിൽ നമുക്ക് അവിടെ m സ്ക്വയർ ഉണ്ട്. സോ ഫസ്റ്റ് ടേം m സ്ക്വയർ പുറത്തേക്ക് എടുത്ത് അവിടെ റിമൈനിങ് ആയിട്ട് m സ്ക്വയർ ഉണ്ടാവും. സെക്കൻഡ് ടേം നമ്മൾ m സ്ക്വയർ തന്നെയാണ്. സോ അവിടെ -1 ആണ് ബാക്കി വരിക, വിച്ച് ഇസ് ഈക്വൽ ടു 0. സോ നമുക്കിവിടെ റൂട്ട് കണ്ടുപിടിക്കാനായിട്ട് ഇപ്പം ഒരു സോൾവ്ഡ് ഫോമിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇത് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ m സ്ക്വയർ ഈക്വൽ ടു 0 ആണ് ആദ്യത്തെ പോസിബിലിറ്റി, വിച്ച് ഇംപ്ലൈസ് m ഈക്വൽ ടു 0 ആയേ പറ്റുള്ളൂ അല്ലേ? ഓക്കെ, m ഈക്വൽ ടു 0 ആയേ പറ്റുള്ളൂ. ആൻഡ് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതൊരു സെക്കൻഡ് ഡിഗ്രി ആണ്. സോ 0 എന്ന് പറയുന്ന റൂട്ടിന്റെ മൾട്ടിപ്ലിസിറ്റി എന്തായിരിക്കും? അപ്പം 2 ആയിരിക്കും. സോ m ഈക്വൽ ടു 0 0 ആണ് അവിടെ പോസിബിലിറ്റീസ് വരുന്നത്. ഇനി സെക്കൻഡ് കേസിലേക്ക് നോക്കുകയാണെങ്കിൽ m സ്ക്വയർ -1 ഈക്വൽ ടു 0 ആവുന്ന കേസാണ് അവിടെ. ഓക്കെ, m സ്ക്വയർ -1 ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ m സ്ക്വയർ ഈക്വൽ ടു നമ്മൾ 1നെ റൈറ്റ് സൈഡിലേക്ക് എടുക്കാം, m സ്ക്വയർ ഈക്വൽ ടു 1. സോ നമുക്ക് ഇവിടെ റൂട്ട് കിട്ടുന്നത് m ഈക്വൽ ടു എന്താണ്? റൂട്ട് എടുത്തു കഴിഞ്ഞാൽ +or-1 ആണ് നമുക്ക് അവിടെ വരുന്നത്. സോ നമ്മൾ 4 റൂട്ടുകൾ കണ്ടുപിടിച്ചു, 0 0 +1 -1. ഓക്കെ, ഇനി നമുക്ക് 4 റൂട്ടുകൾ വരുന്ന കേസിലെ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ ഫോർമാറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, സോ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ 0 0 എന്ന് പറയുന്ന റൂട്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. സോ c1 പ്ലസ് c2x ഇൻറ്റു e raised to mx or e raised to m1x. നമുക്കിവിടെ m1 ആൻഡ് m2 എന്ന് പറയുന്നത് എന്താണ്? രണ്ടും 0 ആണ്, രണ്ടും എന്താണ്? ഈക്വൽ ആണ്, റിപ്പീറ്റഡ് റൂട്ട് ആണ്. ഓക്കെ, സോ c1 പ്ലസ് c2x ഇൻറ്റു e raised to m1x പ്ലസ് c3 ഇൻറ്റു e raised to m3x. m3x എന്ന് പറയുന്നത് +1 ആണ്. ആൻഡ് പ്ലസ് c4 ഇൻറ്റു e raised to m4x. ഇതാണ് നമുക്ക് ഒരു ഹോമോജീനിയസ് 4 റൂട്ടുകൾ വരുന്ന ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മളെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ c1 പ്ലസ് c2x ഇൻറ്റു e raised to 0 ആണ് അവിടെ വരിക. e raised to 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1 ആണ്. പ്ലസ് c3 e raised to x വരും, അവിടെ +1 ആണ്, അവിടെ m1 ആയിട്ട് വരുന്നത്. പ്ലസ് c4 e raised to -x വരും. സോ ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ c1 പ്ലസ് c2x പ്ലസ് c3 e raised to x പ്ലസ് c4 e raised to -x എന്ന് വരും. അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ സെറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണ് ഇവിടെ വരുന്നത്? ലീനിയർലി ഇൻഡിപെൻഡന്റ് സൊല്യൂഷൻ, അതായത് ഈ കോൺസ്റ്റന്റുകൾ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വരുന്നത് ഫസ്റ്റ് 1 ആണ് വരുന്നത്, സെക്കൻഡ് x ആണ് വരുന്നത്, തേർഡ് സൊല്യൂഷൻ ആയിട്ട് e raised to x, ഫോർത്ത് സൊല്യൂഷൻ ആയിട്ട് e raised to -x. ഇങ്ങനെ 4 സൊല്യൂഷൻസ് ആണ് നമുക്ക് വരുന്നത്. സോ ഇതാണ് ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ സെറ്റ് എന്ന് പറയുന്നത്. ഓപ്ഷൻ എ ആണ് നമുക്ക് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇതാണ് ലീനിയർലി c1 പ്ലസ് 1x e raised to x e raised to -x. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദി സൊല്യൂഷൻ ഓഫ് dy by dx ഈക്വൽ ടു y minus x plus 1 divided by y minus x plus 5. ഓക്കെ, നമുക്ക് ഈ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഐ മീൻ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അല്ല, y മൈനസ് എക്സ് പ്ലസ് 5 നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്കും ഡി എക്സ് നമുക്ക് റൈറ്റ് സൈഡിലേക്കും എടുക്കാം. ഓക്കെ, y മൈനസ് എക്സ് പ്ലസ് 5 ആൻഡ് അഗൈൻ ഒരു അറേഞ്ച്മെന്റ് കൂടെ വരുത്താണ് നമുക്ക്. y മൈനസ് എക്സ് പ്ലസ് 1 ഡി എക്സ് നമുക്ക് y മൈനസ് എക്സ് പ്ലസ് 1 ഡി എക്സ് മൈനസ് നമ്മൾ y മൈനസ് എക്സ് പ്ലസ് 5 ഡി വൈനെ റൈറ്റ് സൈഡിലേക്ക് എടുക്കാം. ഓക്കെ, y മൈനസ് എക്സ് പ്ലസ് 5 ഡി വൈ ഈക്വൽ ടു 0. ഇതാണ് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ കിട്ടുന്നത്. അപ്പോൾ ഇത് നമുക്ക് എന്ത് ഫെമിലിയർ ആയിട്ടുള്ള ഫോർമാറ്റ് ആണല്ലേ? എം ഡി എക്സ് പ്ലസ്
എൻ ഡി വൈ ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ആ ഒരു ഫോമിലാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉള്ളത്. ഇത് എക്സാക്ട് ആണെങ്കിൽ നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സാക്ട് ആവാനുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം വൈ ഈക്വൽ ടു എം വിത്ത് പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ ഈക്വൽ ടു എൻ എക്സ് ആയിരിക്കണം. ഓക്കെ, എം വൈ ഈക്വൽ ടു എൻ എക്സ് ആണെങ്കിൽ നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണെന്ന് പറയാൻ പറ്റും? എക്സാക്ട് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, സോ അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എക്സാക്ട് അല്ലെങ്കിൽ നമുക്ക് എക്സാക്ടിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള പല ഓപ്ഷൻസിന്റെ എക്സാക്ട് ആണെങ്കിൽ ഇതിന്റെ സൊല്യൂഷൻ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും. ഈ എം ആൻഡ് എൻ യൂസ് ചെയ്തിട്ട് കാണാൻ പറ്റും. സോ ഇവിടെ എം വൈ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ എം എന്ന് പറയുന്നത് എന്താണ്? ഇതാണ്. എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ഓഫ് വൈ മൈനസ് എക്സ് പ്ലസ് 5 ആണ്. സോ എം വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 1 കിട്ടും നമുക്ക്, അല്ലെ? വൈ ബാക്കി രണ്ടും എക്സും എന്തായിപ്പോ വിത്ത് റെസ്പെക്ട് ടു വൈ 0 ആയിപ്പോ 1 കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു വൈ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 0 ആയിപ്പോ. എൻ എക്സിലേക്ക് നോക്കുമ്പോൾ മൈനസ് ഓഫ് മൈനസ് എക്സ് അതെന്താണ്? 1 ആണ്. സോ എം വൈ ഈക്വൽ ടു എൻ എക്സ് എന്ന് പറയുന്നത് എന്താണ്? കറക്റ്റ്, ഐ മീൻ ഈക്വൽ ആണ് എം വൈ ആൻഡ് എൻ എക്സ്. സോ എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇന്റഗ്രൽ എം ഡി എക്സ് പ്ലസ് ഇന്റഗ്രൽ എൻ ഡി വൈ ഈക്വൽ ടു ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് സി. ഓക്കെ, ഇവിടെ സെക്കൻഡ് ടേമിൽ എന്നില് എക്സിന്റെ ടേം ഒന്നും കണ്ടെയ്ൻ ചെയ്യരുത്. ഓക്കെ, ഇതാണ് നമ്മൾ സൊല്യൂഷൻ കാണേണ്ട ഫോമാറ്റ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. സോ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വൈ മൈനസ് എക്സ് പ്ലസ് 1 ആണ്. വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, പ്ലസ് ഇന്റഗ്രൽ എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ഓഫ് വൈ മൈനസ് എക്സ് പ്ലസ് 5. സോ അതിൽ എക്സിന്റെ ടേം നമ്മൾ റിമൂവ് ചെയ്യണം. സോ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി വരുന്നത് മൈനസ് വൈ മൈനസ് 5 ഈക്വൽ ടു ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് നമ്മൾ സ്റ്റാർട്ടിങ്ങിലേക്ക് കൊടുക്കുകയാണ്. ഓക്കെ, സി. സോ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ടേം നമുക്ക് വൈ എക്സ് എന്ന് വരും, മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് 1 അതെന്ത് വരും? ഇന്റഗ്രേഷൻ 1ന്റെ ഇന്റഗ്രൽ എക്സ് വരും, മൈനസ് വൈ വിത്ത് റെസ്പെക്ട് ടു ഇവിടെ നമുക്ക് ഒരു ഡി വൈ കൂടെ ഉണ്ട്. വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. സോ ഇവിടെ നമുക്ക് വൈ സ്ക്വയർ ബൈ 2 വരും, മൈനസ് 5y ഈക്വൽ ടു സി. ഓക്കെ, ത്രൂ ഔട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2yx മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 2x മൈനസ് വൈ സ്ക്വയർ മൈനസ് 10y. ഇതാണ് നമുക്ക് ഈക്വൽ ടു ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് സി. ഓക്കെ, ഇനി നമ്മൾ ത്രൂ ഔട്ട് നെഗറ്റീവ് കൊണ്ട് കൂടെ ഒന്ന് മൾട്ടിപ്ലൈ ആണ്. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ അറേഞ്ച് ചെയ്യാൻ പറ്റും? ഫസ്റ്റ് നമ്മൾ എക്സ് സ്ക്വയർ എടുക്കുകയാണ്. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് 2yx പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 10y മൈനസ് 2x. നമ്മൾ ത്രൂ ഔട്ട് ഒരു നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. മൈനസ് സി ഈക്വൽ ടു അനദർ കോൺസ്റ്റന്റ് സി എന്ന് നമുക്ക് പറയാം. ഓക്കെ, സോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇതിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? എക്സ് സ്ക്വയർ മൈനസ് 2yx പ്ലസ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ ആണ്, അല്ലെ? എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ ആണ്, പ്ലസ് 10y മൈനസ് 2x ഈക്വൽ ടു ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് സി. സോ ഓപ്ഷനിലേക്ക് നോക്കുമ്പോൾ എക്സ് മൈനസ് വൈ or y minus x the whole square plus 10y minus 2x. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ ഓർ വൈ മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ, വാട്ട് എവർ, രണ്ടും കറക്റ്റ് ആണ്. എക്സ് മൈനസ് രണ്ടും കറക്റ്റ് ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Equations of the curve passing through 1 1 and satisfying the differential equation dy by dx equal to 2y by x where x greater than 0 y greater than 0 is given by. സോ നമുക്ക് ഇവിടെ ബേസിക്കലി എന്താണ് ചോദിച്ചിട്ടുള്ളത്? ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് ആ സൊല്യൂഷൻ 1 1 എന്ന് പറയുന്ന ലൈനിൽ കൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. അതെന്തായിട്ട് മാറും? അപ്പം ഇനീഷ്യൽ കണ്ടീഷൻ ആയിട്ട് മാറും, അല്ലെ? അതായത് സൊല്യൂഷൻ y ഓഫ് 1 ഈക്വൽ ടു എന്തായിട്ട് മാറണം? 1 ആയിരിക്കണം. അതാണ് ഇവിടുത്തെ കണ്ടീഷൻ. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ ആണ് ചോദ്യം. ഇതെന്താണ് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ? സെപ്പറബിൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെന്നുള്ള കാര്യം ക്ലിയർ ആണ്. അപ്പൊ നമ്മൾ വൈനെ റൈറ്റ് സൈഡിലേക്കും വൈനെ ലെഫ്റ്റ് സൈഡിലേക്കും ഡി എക്സിനെ റൈറ്റ് സൈഡിലേക്കും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം ഇതിനെ? ഡി വൈ ബൈ വൈ ഈക്വൽ ടു 2 ഇൻറ്റു ഡി എക്സ് ഡിവൈഡഡ് ബൈ എക്സ്. ഇനി നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. വേരിയബിൾസ് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞു. രണ്ട് സൈഡിലും നമുക്ക് ഇന്റഗ്രേഷൻ അപ്ലൈ ചെയ്യാം. ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നത്? log y ഈക്വൽ ടു 2 ഇൻറ്റു log x പ്ലസ് ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് സി. അതിനെ നമുക്ക് log c എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ,
അപ്പോൾ ഇവിടെ 2 log x എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? a log b എന്ന് പറയുന്നത് log b റേസ് ടു ആണ്. സോ ഇവിടെ log x സ്ക്വയർ ആയിട്ട് മാറും പ്ലസ് log c. ഈ log a പ്ലസ് log b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ log a b ആണ്. സോ നമുക്ക് ഇതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? log cx സ്ക്വയർ എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, അതായത് log y ഈക്വൽ ടു log cx സ്ക്വയർ എന്നായി റെപ്രസെന്റ് ചെയ്തു. രണ്ട് സൈഡിലും എക്സ്പോണൻഷ്യലിന്റെ പവർ എടുത്തു കഴിഞ്ഞാൽ രണ്ട് സൈഡിലും നമ്മൾ എന്തെടുക്കാണ്? എക്സ്പോണൻഷ്യൽ എടുക്കാണ്. സോ വിച്ച് ഇംപ്ലൈസ് y ഈസ് ഈക്വൽ ടു, കാരണം എക്സ്പോണൻഷ്യലും ലോഗരിതമിക് ഫംഗ്ഷനും ക്യാൻസൽ ആയിപ്പോ ഇൻവേഴ്സ് ഫംഗ്ഷൻസ് ആണ് ഈച്ച് അതർ. സോ y ഈസ് ഈക്വൽ ടു cx സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ഇനീഷ്യൽ കണ്ടീഷൻ y ഓഫ് 1 ഈക്വൽ ടു 1 അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1 ഈക്വൽ ടു c ഇൻറ്റു 1 സ്ക്വയർ വിച്ച് ഇംപ്ലൈസ് c ഈക്വൽ ടു 1. അതായത് y ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ് നമുക്ക് എന്തെന്ന് പറയുന്നത്? സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് y ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ്. സോ ഇക്വേഷൻ ഓഫ് ദ കർവ്, ഈ കർവിന്റെ ഇക്വേഷൻ ആണ് നമുക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. സോ y ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ, ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇതായിരുന്നു ഇന്നത്തെ ഈ പാർട്ടിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ.